അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ടു. ഇന്നും കുറച്ച് അമ്പലത്തിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ മീനൂട്ടിന് ഇന്ന് സ്കൂളിൽ വിടുന്ന ദിവസമായതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ ഇന്ന് മീനൂട്ടിന് സ്കൂളിലേക്ക് ചോറ് മതിയെന്ന് ഞാൻ തീരുമാനിച്ചിട്ടു. അവൾക്ക് ചോറ് വേണ്ടാന്ന് തന്നെയാണ് പറയുന്നത്. അവൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് ലഞ്ചിന് കൊണ്ടുപോകുന്നതാണ് അവൾക്ക് ഇഷ്ടം. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ചിക്കനും പൊരിച്ചു. പിന്നെ പാവയ്ക്കാത്തോരൻ എനിക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം കോവയ്ക്കായി എന്ന് കിട്ടിയ കോവയ്ക്കാണ് അത്. അപ്പോൾ അത് മെഴുക്കുവരട്ടി വെക്കാമെന്ന് ഓർത്തു. മീനൂട്ടിന് അതും കൊടുത്തു. സ്കൂളിൽ വിടാം. കോവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ ചിക്കനും പിന്നെ സാലഡും കൂടെ കൊടുത്തു. മീനൂട്ടിന് ഞാൻ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ടൊക്കെ ഞാൻ അമ്പലങ്ങളിലെല്ലാം പോയിട്ട് ഞാൻ വന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അപ്പമായിരുന്നു ഇങ്ങനെ. അപ്പവും മുട്ടക്കറിയായിരുന്നു. ഞാൻ മുട്ട കഴിച്ചില്ല. ഞാൻ അതിൻ്റെ ഗ്രേവി മാത്രം എടുത്തു. ഞാൻ രാവിലെ മീനൂട്ടിന് കൊടുത്തതിൻ്റെ ബാക്കി ഞാനൊരു പാത്രത്തിലാക്കി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാനും കൂടെ എടുത്തിട്ടു കഴിക്കാനൊക്കെ എടുത്തു. അങ്ങനെ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല സോഫ്റ്റ് നല്ല സ്മൂത്ത് അപ്പമായിരുന്നു കേട്ടോ. ഒരു 3 ദിവസം തൊട്ട് അപ്പമാണ് ഇവിടെ. കാരണം അരി അപ്പത്തിന് അരച്ച് വെച്ചാൽ 3 ദിവസം അപ്പം, ഇഡ്ഡലിക്ക് അരച്ച് വെച്ചാൽ 3 ദിവസം ഇഡ്ഡലി, അങ്ങനെയാണ് ഇവിടുത്തെ. ദോശയാണെങ്കിൽ ദോശ. അതുകൊണ്ട് അരി അരയ്ക്കുമ്പോഴേ മീനൂന് പേടിയാണ്. പറയും ഇനി 3-4-5 ദിവസത്തേക്ക് ഇത് തന്നെയാണോ എന്ന് എന്നോട് എപ്പോഴും ചോദിക്കും. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ശകലം അരി അരച്ചാൽ പോലും കുറച്ച് ഏറെ കാണത്തില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് ഇച്ചിരി പോരായോ. അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലോട്ട് കിടക്കാമെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ വീടും വരെ എല്ലാം തൂത്തുവാരി പിന്നെ തൂത്ത് തുടയ്ക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം വൈകിട്ടും അമ്പലത്തിൽ പോകണമായിരുന്നു. അപ്പം രാവിലെ ഇതൊക്കെ തൂത്തും തുടച്ച് വെക്കുകയാണെങ്കിൽ വൈകിട്ട് ജോലിയൊക്കെ ശകലം കുറച്ച് ചെയ്താൽ പോരായോ. അപ്പം മീനുവിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ താമസിക്കും. 4-4:30 5 മണിയൊക്കെ ആകും എത്തുമ്പം. അപ്പോൾ പിന്നെ ബാക്കി മുറ്റമടിക്കലും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ബിസിയോട് ബിസി ആയിരിക്കും. അപ്പോൾ കുറേ ജോലിയൊക്കെ ഇപ്പം ഞാൻ രാവിലെ തന്നെ അങ്ങ് ഒതുക്കാറുണ്ട്. അപ്പോൾ പിന്നെ വൈകിട്ട് ജസ്റ്റ് ഒന്ന് തൂത്താൽ മാത്രം മതി. അങ്ങനെ ഞാനെല്ലാം തൂത്ത് വൃത്തിയാക്കി തുടച്ചു എല്ലാം കഴിഞ്ഞു. പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകിയൊക്കെ വെച്ചേക്കാമെന്ന് ഓർത്തേ. അപ്പോൾ കുറച്ചുകൂടെ മാവുണ്ടായിരുന്നു, ഒരു 2 അപ്പത്തിനുള്ള മാവ്. പക്ഷെ അത് കളയാൻ തോന്നിയില്ല. എന്നാൽ പിന്നെ അത് വൈകിട്ട് അപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഞാനതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. നല്ല പുളിച്ചൊന്നും പോയിട്ടില്ല കേട്ടോ. അത് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ അപ്പം എടുക്കുന്നതിന് മാത്രമേ ഉപ്പൊക്കെ ഇട്ട് എടുക്കത്തുള്ളൂ. അതുകൊണ്ട് അത് ഒരുപാട് പുളിച്ചൊന്നും പോകില്ല, അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് ഏറെ രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് 2 കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പഞ്ചസാരയും ഉപ്പും എല്ലാം ഇട്ട് വെച്ചേക്കുന്നുണ്ട്. അത് നമുക്ക് എളുപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഇതെന്താണെന്ന് വെച്ചാൽ കവറാണ്. ഈ പാലിൻ്റെയും തൈരിൻ്റെയൊക്കെ കവറ് കഴുകി ഉണക്കി വെക്കുകയാണെങ്കിൽ ചേച്ചിമാർ വന്നെടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പോൾ ഇത്രയും തൈരാകുമ്പോൾ മീൻ നന്നായിട്ട് കഴിക്കും. മിൽക്കി മിസ്സിന് തൈരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്ര ഒഴിച്ച് വെച്ചാലും അവൾക്കത് ഇഷ്ടമല്ല. അവൾ പറയും പൊളിച്ചു പോയെന്നോ, ഒന്നില്ലെങ്കിൽ പറയും അതിന് കട്ടി കുറവാണെന്നോ, അങ്ങനെയൊക്കെ പറഞ്ഞത് കഴിക്കാറില്ല. ഓരോ എക്സ്ക്യൂസ് പറയും. അപ്പം ഞാൻ ഈ മിൽക്കി മിസ്സിന് തൈര് വാങ്ങിച്ച് ഞാനങ്ങ് വെച്ചേക്കും കേട്ടോ. അതാകുമ്പോൾ അവൾക്ക് ഇഷ്ടമാണ്. അവൾ മോര് പുളിശ്ശേരി അങ്ങനെ ഒന്നും കഴിക്കത്തില്ല. തൈര് ഇഷ്ടമാണ്. അതും ഈ കടയിൽ നിന്ന് വാങ്ങുന്ന മിൽക്കി മിസ്സിൻ്റെ പൊടിയില്ലാത്ത തൈര്. അപ്പോൾ അതും ഞാൻ വാങ്ങിച്ചു വെച്ചു. ഇത് എന്താണെന്ന് പറയുക, പൊങ്കാലക്കരു അടിക്കങ്ങ് പിടിച്ചു ഗൈസാണ്. പൊങ്കാല വെച്ച് നമ്മൾ കുറേ നേരം ഇങ്ങനെ അടുപ്പത്ത് തന്നെ വെക്കത്തില്ലേ, അപ്പോൾ അതങ്ങ് അടി പിടിക്കുക. അതങ്ങ് തേച്ചരച്ചിട്ട് എങ്ങും പോകുന്നില്ല. കുറേ നേരം ഇട്ട് ഞാൻ തേക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പോയില്ല. പിന്നെ ഇത് ഇനി ഒന്നിനും എടുക്കത്തില്ല. നമ്മൾ അടുപ്പത്തൊക്കെയാണ് ചോറ് വെക്കുന്നതെങ്കിൽ ഈ കലത്തി വെച്ചാൽ നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ റൈസ് കുക്കറിലായതുകൊണ്ട് ഈ കാലം ഞാൻ കുറേയൊക്കെ കഴുകിയിട്ട് ഞാനങ്ങ് കമത്തി അങ്ങ് മാറ്റി വെച്ചു. ഇനി നമ്മൾ എടുക്കാറില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ എൻ്റെ അടുക്കളയെല്ലാം നല്ല വൃത്തിയാക്കി ഞാൻ എല്ലാം ഞാൻ വർക്ക് ഏരിയയിൽ എല്ലാ സാധനങ്ങളും വയ്ക്കും. ഞാൻ എൻ്റെ വലിയ അടുക്കള ഞാൻ വൃത്തിക്കും കേട്ടോ. എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചില്ല, അമ്പലത്തിൽ പോയി കഴിച്ചു. വൈകിട്ടത്തെ ഫുഡാണിത്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയത് തന്നെ വൈകിട്ടുണ്ടായിരുന്നു. ഒരു പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൊറോട്ടയും പാവയ്ക്കയും ഞാൻ കഴിച്ചു. എന്തൊരു കയ്പ്പായിരുന്നു പാവയ്ക്കയ്ക്ക്, ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ തൈരും ചോറും മീനും കഴിച്ചു. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.